ഹായ് 11 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന എക്സ്റ്ററിൻ്റെ ടോപ്പ് എൻ്റെ HX10 ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ആ പ്രൈസിന് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ടോ? സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്ററിൻ്റെ ഈ ടോപ്പ് എൻ്റെ കൺസിഡർ ചെയ്യണോ? ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ എക്സ്റ്ററിലെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള HX10 ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. HX10 വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ, മാനുവൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ടോപ്പ് എൻഡ് നോക്കുന്നവർക്ക് എക്സ്റ്ററിൽ ഓട്ടോമാറ്റിക് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. മാനുവൽ വേരിയൻറ്റ് വേണ്ടവർ ഇതിന് തൊട്ട് താഴെയുള്ള HX8 വേരിയൻ്റ് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ HS6 വേരിയൻറ്റ് തൊട്ട് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ ഫ്രണ്ടിൽ നിന്ന് ലുക്കെല്ലാം എക്സാക്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു കളറ് അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന റേഞ്ചർ ഖാക്കി എന്ന് പറഞ്ഞൊരു കളറാണ്. അതും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ ഫ്രണ്ടിൽ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പുതിയ എക്സ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് തന്നെ ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാണാൻ നല്ലൊരു പ്രീമിയം ലുക്കിംഗ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ആ പുതിയ ബെമ്പർ യൂണിറ്റ് കാണാം. ആ ബെമ്പറിൽ 2 ലൈനായിട്ടാണ് സിൽവർ ലൈൻസ് താഴേക്ക് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ടോപ്പിലായിട്ട് നമുക്കിവിടെ HH ഷേപ്പിലുള്ള DRL കാണാം. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നു. HS6 വേരിയൻ്റ് തൊട്ടേ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാണാം. അതിന് ചുറ്റുപാടും നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. പുതിയ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിൽ നമുക്ക് 15 ഇഞ്ച് ഒരു പുതിയ ഡിസൈനിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 175, 65 15 ആണ് ടയർ സൈസ്. HS6 വേരിയൻ്റ് തൊട്ട് സെയിം ടയർ സൈസാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലെല്ലാം നമുക്കൊരു ക്ലാഡിങ് പോയിരിക്കുന്നത് കാണാം ബാക്ക് വശം വരെ. അതൊരു SUV ടച്ച് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. ഇവിടെ സ്മാർട്ട് ഓട്ടോ എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക്കിൻ്റെ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. വശങ്ങളിലായിട്ട് നമുക്ക് ആ ഒരു ക്രോം ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്രഷ്ഡ് ക്രോം ഫിനിഷ് കാണാനായിട്ട് പറ്റും. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. കീലെസ് എൻട്രി ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം. അതിൻ്റെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. B പില്ലറും C പില്ലറും എല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് സിംഗിൾ ഡിൻ സൺറൂഫ് കാണാം. HX4+ വേരിയൻ്റ് തൊട്ടേ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർഫിൻ്റെ ആൻറ്റിനയാണ്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് ഒരു പുതിയ ഡിസൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. കൊള്ളാം. ആരും ഇപ്പോൾ തെറ്റ് പറയാത്തൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ എക്സ്റ്ററിൻ്റെ പുതിയ ഡിസൈനെ പറയാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. HX8 വേരിയൻ്റ് തൊട്ടാണ് ബാക്കിലെ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. HS6 വൈപ്പർ വരുന്നില്ല. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. ഇപ്പോൾ ടോപ്പിലാക്കി നമുക്ക് ആ പുതിയ ഡിസൈനിലുള്ള ബാക്കിലെ സ്പോയിലർ കാണാം. ഒരു സ്പോട്ടി ലുക്കിംഗ് സ്പോയിലർ എന്ന് തന്നെ പറയാം. പഴയതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാണ് ഇത് കാണാനായിട്ട്. സെൻറ്റർ മൗണ്ടറായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഡിഫോഗറും വൈപ്പറും വാഷറും എല്ലാം നമുക്ക് ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് H ഷേപ്പിൽ LED ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനാണ്. ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് പുതിയ ബമ്പർ യൂണിറ്റ് കാണാം. 2 പാർക്കിംഗ് സെൻസേഴ്സേ ബാക്കിൽ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഒരു ബ്രഷ്ഡ് സിൽവർ ലൈൻ നമുക്ക് ഇവിടെയും കാണാം. അതിൻ്റെ താഴെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെയാണ് ആ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ബമ്പറിൻ്റെ പോർഷൻ വരുന്നത്. ബാക്കിലേക്ക് റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് HX3 സെക്കൻഡ് വേരിയൻ്റ് തൊട്ട് റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ടോപ്പ് എൻഡ് ആണെങ്കിൽ നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും തന്നെ വരുന്നില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നു. സെൻറ്റർ പാസഞ്ചറിൻ്റെ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ബാക്കിലേക്ക് നമുക്ക് ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീല് ബേസ് വേരിയൻറ്റിൽ വരുന്ന 165 70R40 അതാണ് നമ്മുടെ സ്പെയർ വീലിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 391 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി. നമുക്ക് CNG വരുന്നുണ്ട്. CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ 225 ലിറ്ററിലാണ് CNG വരുന്നത്. CNG നമുക്ക് HX8 വേരിയൻ്റ് വരെയാണ് CNG അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ന്യൂ ഇൻറ്റീരിയർ എന്ന് തന്നെ പറയാം. ഒരു ബ്ലൂ ആൻഡ് ബേജ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ ഫിനിഷാണ് ഇൻറ്റീരിയറിന് കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ബ്ലൂയിഷ് ഫിനിഷ് കാണാം. നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. സോഫ്റ്റ് ടച്ച് ഒന്നും ടോപ്പ് എൻഡിലും വരുന്നില്ല. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഈ വാഹനം ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സാണ്
കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു സെമി ലെതറിഡ് സീറ്റ് എന്ന് പറയാം. വശങ്ങളിൽ ലെതർ ഫിനിഷും അകത്ത് ഫാബ്രിക് ഫിനിഷുമാണ് കൊടുത്തിരിക്കുന്നത്. AMT ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു എക്സ്റ്റൻഡ് ഒരു 3D മാറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ കാണാം. നമ്മുടെ ബാക്കിലെ ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള വ്യൂ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടണും വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറുള്ള ലേഔട്ട് നമുക്ക് HS6 വേരിയൻറ്റോട്ട് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. കുറച്ച് ഫീച്ചേഴ്സിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കാണാം. അത് ടോപ്പ് എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ഒരു ബ്ലൂയിഷ് ഫിനിഷിൽ തന്നെയാണ് ആ ലെതർ റാപ്പിംഗ് വരുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനും ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനെ കൊടുത്ത് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഒരു 4 സ്പോക്ക് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിപ്പോൾ AMT ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റ് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ആണെങ്കിലും നമുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ടേ ശരിക്കും സിമിലർ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. സ്പീഡോമീറ്റർ RPM മീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും വരുന്നുണ്ട്. TPMS കോമ്പസ് പോലെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിനകത്ത് കാണാം. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും നമുക്കത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. ഇതിനകത്ത് ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റിയും കൂടിയും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ബ്ലൂ ലിങ്കിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 4 സ്പീക്കറും 2 ട്രൂത്തോടും കൂടി മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റിവേഴ്സ് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ഫുൾ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നൊരു ക്യാമറ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് താഴത്തെ പോർഷൻ മാത്രം കാണാനായിട്ടുള്ള ഒരു ഫീച്ചറൊക്കെ ഈ ടോപ്പ് എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് HS6 നമുക്ക് ക്യാമറ വരുന്നുണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഒരു ബാക്ക് ക്യാമറ മാത്രമാണ്. അതിനകത്ത് വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ സൈഡിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ്ലി റിവേഴ്സ് ക്യാമറ ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് കൊടുത്തിരിക്കുന്നു. നടുക്കാണ് ഹസാർഡ് ലൈറ്റ് വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു Type C ചാർജിംഗ് പോർട്ട് കാണാം. ഒരു വയർലെസ് ചാർജിംഗ് പാഡ് വരുന്നുണ്ട്. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AMT ഗിയർ ലിവറാണ്. കാണാൻ തമ്മിലുള്ള ഭംഗിയുള്ള ഗിയർ ലിവറാണ്. ചുറ്റുമെല്ലാം നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാണാം. ഇതാണ് കീ വരുന്നത്. HS6 വേരിയൻ്റ് തൊട്ട് സിമിലർ കീ ആണ് വരുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാണാം. സെൻറ്റർ ആംറസ്റ്റ് വരുന്നുണ്ട്. HS6 വേരിയൻ്റ് തൊട്ട് അവൈലബിൾ ആണ്. അത് ഇൻഡിവിജ്വൽ ഡ്രൈവറിന് മാത്രം പറ്റുന്ന രീതിയിലാണ് ആ ആംറസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോ ഡ്രൈവർ സൈഡിലെ ആംറസ്റ്റ് കാര്യമൊന്നും തന്നെ വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിററാണ്. ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള IRVMs മാനുവൽ ഡിമ്മിങ് ഉള്ള IRVMs ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് SOSൻ്റെ കണക്ടിവിറ്റി, ബ്ലൂ ലിങ്കിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഓട്ടോ ഡിമ്മിങ് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കൊരു ഡാഷ് ക്യാം ഇതിനകത്ത് വരുന്നുണ്ട്. HS6 വേരിയൻറ്റ് തൊട്ടേ ഡാഷ് ക്യാം അവൈലബിൾ ആണ്. നമുക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് വരുന്നത്. ഒരു സിംഗിൾ ഡെൻ സൺറൂഫ് കാര്യങ്ങൾ നമുക്ക് കാണാം. ബാക്കിൽ പാസഞ്ചറിനോ അല്ലെങ്കിൽ സെൻറ്റർ മൗണ്ടറായിട്ടും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ HS6 വേരിയൻറ്റിൻ്റെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് HX10ലും കിട്ടുന്നത്. ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കുറച്ചധികം ആഡ് ഓൺ ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നു എന്നുള്ളത് മാത്രമാണ്. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഇപ്പോൾ ടോപ്പ് എൻഡ് ആണെങ്കിൽ സൺ ബ്ലൈൻഡ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പവർ വിൻഡോൻ്റെ കൺട്രോൾ നമുക്ക് ഡോർ ഹാൻഡിൽസ് ആ ഒരു ക്രോം ഫിനിഷിൽ കാണാനായിട്ട് പറ്റും. സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒരു Type C ചാർജിങ് പോർട്ടുകൾ കാണാം. അത്യാവശ്യം നല്ലൊരു 3D മാറ്റും ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ്. ഫ്രണ്ട് പാസഞ്ചർ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ബാക്കി നമ്മൾ HS6 വേരിയൻറ്റിൽ കണ്ട സിമിലർ ആയിട്ടാണ് ഇൻറ്റീരിയർ വരുന്നത്. വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എക്സ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയൻ്റ് തൊട്ടേ വരുന്നുണ്ട്. ഇതിപ്പോൾ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഡാഷ് ക്യാം പിന്നെ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി പോലെയുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്കിതിനകത്ത് വരുന്നുണ്ട്.
എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 83 PS പവറും 114 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. ഇപ്പോൾ ടോപ്പ് എൻഡിൽ AMT മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിനകത്തൊരു CNG ഓപ്ഷൻ വരുന്നുണ്ട്. അത് HX8 വേരിയൻറ്റ് വരെ നമുക്ക് CNG അവൈലബിൾ ആണ്. CNGയിലേക്ക് പോകുമ്പോൾ 69 HP പവറും 95 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മൈലേജാണ് ഹൈലൈറ്റ്. CNGക്ക് 27.2 മൈലേജ് ക്ലൈം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 25 കിലോമീറ്ററൊക്കെ മൈലേജ് ലഭിക്കും. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 19.2 ഒരു 15-16 നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ HX6 വരെ വീഡിയോ ചെയ്തിരുന്നു. HX3 ചെയ്തു, 4+ ചെയ്തു, 6 ചെയ്തു. ഇതിപ്പോൾ HX10 ആണ്. HX6 പ്രൈസ് തൊട്ട് നോക്കാം. 6ലാണ് നമുക്ക് ഒരു ഇത്രയും ഫീച്ചേഴ്സൊക്കെ തരുന്ന ലുക്കുള്ള ഒരു വേരിയൻറ്റ് HS6 ആണ്. അപ്പോൾ HS6 മാനുവൽ നോക്കുകയാണെങ്കിൽ 930, HS6 ഓട്ടോമാറ്റിക് നമുക്ക് 9,99,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. HS6 CNG വരുന്നുണ്ട് 10,44,000 രൂപ. പിന്നെ വരുന്ന HX8 ആണ്. ഇതിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻറ്റ്. HX8 മാനുവലിന് 978 ഓട്ടോമാറ്റിക്കിന് 10,60,000 രൂപയാണ് HX8 വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. HX8 CNG വരുന്നുണ്ട്. CNGയുടെ ടോപ്പ് എൻഡും HX8 ആണ്. 10,98,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന HX10 ഇതിൽ CNG വരുന്നില്ല, മാനുവലും വരുന്നില്ല. ഈ കാണുന്ന ഈ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. ഈ വാഹനത്തിന് 11 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ് ഷോറൂം കമ്പനി പറയുന്നത് 9,47,000. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപയ്ക്ക് ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്ട്രൈറ്റ് അവേ കമ്പാരിസൺ വരുന്നത് നമ്മുടെ പഞ്ചുമായിട്ടൊക്കെയാണ്. പഞ്ചിൽ പക്ഷേ 3 സിലിണ്ടറാണ് എഞ്ചിൻ, ഇതിൽ 4 സിലിണ്ടറാണ്. പഞ്ചിൽ കുറച്ചും കൂടി ഫീച്ചേഴ്സ് കൂടുതലുണ്ടെന്ന് എനിക്കൊന്ന് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 360 ക്യാമറ പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എക്സ്റ്ററിൽ ടോപ്പ് എൻഡായിട്ടും 360 പോലുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഇഗ്നിസ് ആയിരുന്നു. ഇഗ്നിസ് ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഡിസ്കണ്ടിന്യൂഡ് ആണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിന് നിങ്ങൾക്ക് എക്സ്റ്റർ നോക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണ്ട, മാനുവൽ മതി എങ്കിൽ നിങ്ങൾക്ക് വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയൻ്റ് ഒക്കെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.